എല്ലാരും ഉഷാറായിട്ട് വാ. ഞാൻ പറഞ്ഞ മര്യാദയ്ക്ക് എല്ലാം കേട്ടോ കേട്ടോ. എല്ലാം കൊള്ളാം. ഈ ഇടയ്ക്കിടക്ക് ഞാൻ പറഞ്ഞ മര്യാദ കേൾക്കണം, ഞാൻ പറഞ്ഞ കേൾക്കണം എന്ന് പറഞ്ഞാൽ അത് നിർത്തിക്കോട്ടാ. അതെ ചുപ്പോ ഇടക്ക് ഹിന്ദിക്കാരനായ ഉണ്ടാവാ അങ്ങോട്ട് നിറഞ്ഞില്ലേ നിറഞ്ഞില്ലേ? എന്തിനു ഞാൻ പറഞ്ഞ മര്യാദ കേട്ടോ കേട്ടാ. പിന്നെ നിരന്നില്ലേ? നിരന്ന് നിൽക്ക്. നിറഞ്ഞി നിറഞ്ഞി നടന്നാ പോരെ, എന്തിനാ ഇതൊക്കെ കാണിക്കണത്? നടന്നാ മതിയാ? ഇനി നടക്കണ ഓടന് മുമ്പ് വാപ്പേനോട് അല്ലെങ്കിൽ വല്ല കോച്ച കൊടുത്താൽ ഉളുക്കാവല്ല വീഴും. കുട്ടമ്പളയുടെ പറമ്പിൽ കളക്കിയ പോലെ അല്ല കേട്ടാ. ആദ്യം വാമ പേരിച്ച് വേണേ കളക്കാൻ അല്ല ഓടായി. അച്ഛാ ചുമ്മാ ഓരോന്ന് കുത്തിപ്പോക്കി പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. 25 പ്രാവശ്യം ചെയ്യും. 25 പ്രാവശ്യം ചെയ്ത് കാണിക്കാൻ ഞങ്ങൾ ചെയ്യാം. അത് തന്നെ അച്ഛൻ്റെ കണക്ക് നമുക്ക് വേറൊരു കണക്ക്. ഞാൻ നേരത്തെ 25 പറ്റില്ല. ഒരു വേണമെങ്കിൽ ഒരു 10 പ്രാവശ്യം വേണമെങ്കിൽ ഇരുന്ന് എനിക്ക് 5 പ്രാവശ്യം. 10 പ്രാവശ്യം ഓക്കെ. ആ 2 കുട്ടമ്പള 2 തവണ പഠിപ്പിച്ചാൽ മതിയോ? 2 ഞാൻ പറഞ്ഞു 3 4 5 നിനക്ക് എന്തിനു കളിക്കാൻ വന്നതാണ്? അതാ 8 എണ്ണമായി ഇപ്പൊ. എന്തിനാ കുത്തികളെ കൊണ്ട് വന്നത്? 8 എണ്ണമായിരുന്നേ കുഴുങ്ങി മതി. കളിക്കല്ലേ ചേച്ചി ആണോ? ചേച്ചി 4 പ്രാവശ്യം ചിരിച്ചോണ്ട് 1 2 3 ഇതോടെ ജപ്പാൻ ടാക്സ്. ജപ്പാൻ ഡാൻസാ? കളി തമാശ അച്ഛൻ മതി, നടക്കാൻ പോണല്ലേ. നിന്റെ ജന്മനായുള്ള കള്ളത്തിൽ നീ കാണിക്കരുത്. ഞാൻ പണിഷ്മെന്റ് തരും. എന്ത് പണിഷ്മെന്റ്? ഇതെന്താ പട്ടാളക്കാപ്പാ? ഇങ്ങേർക്ക് ഷോ കാണിക്കാൻ ഒരു അവസരം കൊടുത്താറുണ്ടല്ലോ, ഇങ്ങനെ ആടി തിമിർക്കും. കമോൺ. ഇതെവിടെ പോണത്? നമുക്ക് പതുക്കെ അങ്ങോട്ട് നടക്കാം. നടക്കാൻ പറയട്ടെ, കിടന്ന് ഓടണ. അടുത്തത് പോണു. പറഞ്ഞ നീ അച്ഛൻ സ്ലോയില് നടക്കാനില്ല അച്ഛാ. അച്ഛൻ എന്ത് ഓടണം എന്തിന്? കൈ പിടിച്ച് വലിക്കരുത്. ഞാൻ നടന്നോളാം, വിട്. നേരത്തെ എന്തോ പറഞ്ഞേ? എനിക്കറിയാം വയസ്സാന്നല്ലോ പറഞ്ഞേ. എനിക്ക് വയസ്സാന്നല്ലോ പറഞ്ഞേ. ആക്കണ വയസ്സായത് എന്നെ കൊണ്ടൊന്നും വയ്യ. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഈ ഫസ്റ്റ് ഡേ തന്നെ ഇത്രയൊക്കെ ചെയ്താലേ ശരിയാവുന്നു. ഒന്നാമത്തെ വയസ്സായിരിക്കുക, അതൊക്കെ ഓർമ്മ വേണം. ഇത്രയെങ്കിലും ഇളകൂടെന്ന്, ഇത്രയും ചെയ്യണം എന്നാലും ശരീരം ഇളകുള്ളൂ. ഫസ്റ്റ് ഡേ ഇത്രയും കൂടെ ഇളകണ്ടേ? ഫസ്റ്റ് ഡേ കുറച്ച് വാമ പോലെ കുറച്ച് എന്തെങ്കിലും ഒക്കെ ഓടി നടക്കുക എന്തെങ്കിലും ചെയ്താൽ മതി. നടന്നാൽ മതി, ഓടിയും വേണ്ട. സത്യം പറഞ്ഞ എനിക്ക് തന്നെ വയ്യാണ്ടായി, പിന്നെ അമ്മയുടെ ആരും പറയണ. ചേട്ടൻ വരെ വരെ മടിയനായിട്ട് വരിക. ഈ പറയണ ആളെന്തുവാ? പിന്നെ ലച്ചു ഈ കാര്യത്തിലെ കുറച്ച് സ്മാർട്ടായിട്ട് പറഞ്ഞുണ്ട്. ലച്ചു മതി, നിർത്തി. ഇന്നത്തേക്ക് ഇത്ര മതി. നാളെ ആവാം ബാക്കി. ക്ഷീണിച്ചെന്നേ. നാളെ വന്നാടി. ആ എന്താ നാളെ ഇന്നത്തേക്ക് ഇത്ര മതിയില്ലേ? അതെ, ഇന്നത്തെ ഇത്ര മതി. ശരി. നീ ആഹാരത്തിന്റെ കാര്യം ശനി ഞായറും നോൺ വെജ്, ബാക്കി മൊത്തം പച്ചക്കറി ഐറ്റംസ് ആണ്. പിന്നെ ഫ്രൂട്ട്സിന്റെ കാര്യത്തിൽ നീയും എന്റെ മകളും വാങ്ങിക്കണം. അപ്പൊ നിങ്ങളോ? ഡ്രൈ ഫ്രൂട്ട്സും നീ വാങ്ങിച്ചാൽ മതി. അപ്പൊ നിങ്ങളോ? ഞാൻ കോച്ചിലടി. കോച്ച് നിങ്ങൾ ആരോഗ്യ കാര്യം നോക്കണം. ഞാൻ നിങ്ങൾ എന്നെ പൊന്നോടെ നോക്കണം. അത് നോക്കണേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞിട്ടാ വിഷ്ണു ഇത് ഉടായിപ്പാന്ന്. നോക്കമ്മ, ഇത്രയും പ്രായമായിട്ടും കണ്ട നല്ല പയറുമണിയിൽ തുള്ളി 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 ഓടണത്. എടാ വിഷ്ണുവേ, അവനെ പിടിച്ച് കമത്തി അടിക്കണം. ഒരുപാട് സപ്പോർട്ട് ചെയ്യണ്ട. നടക്കടാ.